നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെ 2024 കേരളോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ 6, 7, 8 തീയതികളിലായി സംഘടിപ്പിച്ച പരിപാടികൾക്കാണ് സമാപനം കുറിച്ചത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലീല ബീവി സർട്ടിഫിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളോത്സവത്തിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ പി അനിൽകുമാർ, ബ്ലോക്ക് മെമ്പർ ഇ കെ സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രകുമാർ, നദീറ സൈഫുദ്ദീൻ, ടി ശോഭന, പി ജയകൃഷ്ണൻ, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെ എൻട്രി സ്വീകരിച്ച് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനുമുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ കേരളോത്സവം. ഇത് 6 മുതൽ 7, 8 തീയതികൾ ഇന്ന് കൊണ്ട് അവസാനിപ്പിച്ച് നമ്മുടെ കേരളോത്സവം പരിപാടി വളരെ ഭംഗിയായി അതിൻ്റെ സംഘാടകം ഏറ്റെടുത്തിട്ടുള്ള പി അനിൽകുമാർ അടക്കം ഇ കെ സുധീർ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, മറ്റു മാധ്യമ പ്രവർത്തകർ എല്ലാവരും ക്ലബ്ബ് ഭാരവാഹികൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഇത് നടത്തപ്പെടുകയുണ്ടായി. നമ്മുടെ LP വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികളുടെ കലാമത്സരങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രതിഭാ സംഗമം എന്ന പേരിൽ വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാനും അതിൻ്റെ സമാപനത്തിൽ കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ വിദഗ്ധരെ കൊണ്ടുവന്ന പരിപാടി സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന ഒരു ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം 2025 ഈ സമിതിയുടെ കാലാവധിക്ക് മുമ്പ് തന്നെ പ്രതിഭാസംഗമം സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കേരളോത്സവം പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു വലിയ സന്തോഷം തോന്നിയില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മത്സരബുദ്ധിയും ഒക്കെ കാണുമ്പോൾ അതിൽ വളരെയധികം ആവേശത്തോടുകൂടി ആൾക്കാർ പങ്കെടുക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു വീറും വാശിയും ഈ കേരളോത്സവം പരിപാടിയുടെ ഏറ്റവും വലിയൊരു കൊഴുപ്പാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി വരും വർഷങ്ങളിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു കായികപരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പൊക്കെ വെച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ കൂടുതൽ ആകർഷകമാക്കത്തക്ക രീതിയിൽ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കുണ്ട് കേരളോത്സവം നടത്തണമെന്നുള്ള നിർദ്ദേശം നമുക്ക് വരുമ്പോൾ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ബ്ലോക്ക് മുതൽ മുകളിലോട്ടുള്ള തലങ്ങളിലേക്കെല്ലാം ഗ്രാന്റ് കൊടുക്കും. ഗ്രാമപഞ്ചായത്തുകൾക്ക് 1 രൂപ പോലും സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തലത്തിൽ നിന്നോ ഗ്രാന്റുകൾ ലഭിക്കാറില്ല. എന്നാലും പരിമിതമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ പരിപാടികൾ ഏറ്റവും ഗംഭീരമായി സംഘടിപ്പിക്കും. ബാഡ്മിന്റൺ ഡബിൾസ് പ്രതിഭ 50 ഏക്കർ സെക്കൻഡ്, മുഹമ്മദ് സെക്കൻഡ് പ്രൈസ് ഷെബീർ ഫാത്തിമ കിങ്സ്. വിജയികൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനം. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.